ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാരേറ്റൽ ലോബിൻ്റെ സെൻസറി ആൻഡ് പെർസെപ്ച്വൽ ഡിസ്റ്റർബൻസസ് ആണ്. അത് നോക്കുന്നതിന് മുമ്പ് ആദ്യം ജസ്റ്റ് പാരേറ്റൽ ലോബിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. പാരേറ്റൽ ലോബ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഓസിപിറ്റൽ ലോബ് വയ ദി കാൽക്കുറിൻ ഫിഷർ. നമുക്ക് ഈ പടം നോക്കിയാൽ അറിയാം, പാരേറ്റൽ ലോബാണ് നീല കളറിൽ കൊടുത്തേക്കുന്നത്. അതിന് ചുറ്റും തന്നെ ഈ പാരേറ്റൽ ലോബിനോട് അടുത്ത് തന്നെ ബാക്കി 3 ലോബ്സും കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഓസിപിറ്റൽ ലോബ്, അതായത് ഈ ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഓസിപിറ്റൽ ലോബിനെയും പാരേറ്റൽ ലോബിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് കാൽക്കറൈൻ ഫിഷർ എന്ന് പറയുന്ന ഒരു ഫിഷറാണ്. ദെൻ ദിസ് ലോബ് ഈസ് നിയറസ്റ്റ് ടു ഫ്രണ്ടൽ ലോബിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് ഈ പാരേറ്റൽ ലോബ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ദിസ് ലോബ് ഈസ് ഓൾസോ കോൾഡ് പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സ്. ഇതിനെ പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സ് എന്നും വിളിക്കും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഓരോ ലോബിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മുടെ പാരേറ്റൽ ലോബിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ സെൻസേഷൻ. നമ്മൾക്ക് നമ്മുടെ ദേഹത്തൊരു സ്റ്റിമുലേ വന്നാൽ, ഇല്ലെങ്കിൽ ഒരു മുള്ളു കൊണ്ടാൽ അത് കൊണ്ടു, അല്ലെങ്കിൽ വേദന നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സെൻസേഷൻ കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ടാണ്. ആ ഒരു സെൻസേഷൻ പ്രോസസ്സ് നടത്താൻ സഹായിക്കുന്ന ലോബാണ് പാരേറ്റൽ ലോബ്. അതായത് പാരേറ്റൽ ലോബിൻ്റെ ഫങ്ഷൻ എന്താ? സെൻസേഷൻ, സെൻസറി പ്രോസസ്സ്, ഇല്ലെങ്കിൽ ആ ഒരു ഫങ്ഷൻസ് ഒക്കെയാണ് നമ്മുടെ പാരേറ്റൽ ലോബിൻ്റെ ഫങ്ഷനിൽ വരുന്നത്. ദിസ് ഏരിയ ഹെൽപ്സ് ലോക്കോമോഷൻ ആൻഡ് ഹെൽപ്സ് ഇൻ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് കോംപ്രഹെൻഡിങ് മാപ്സ്. ഇതിനും ഈ ലോക്കോമോഷനും റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഒക്കെ നമ്മുടെ പാരേറ്റൽ ലോബ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഐ ഗസ് നിങ്ങൾക്കിത് മനസ്സിലായി. ഓക്കെ, ഇവിടെ ഞാൻ ബ്രെയിനിൻ്റെ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ സെൻസറി ആൻഡ് പെർസെപ്ച്വൽ ഡിസ്റ്റർബൻസസ് ഓഫ് പാരേറ്റൽ ലോബിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. The primary reception area for the numerous forms of somatic sensation is postcentral gyrus. നമ്മൾ പറഞ്ഞു നമ്മുടെ പാരേറ്റൽ ലോബാണ് സെൻസേഷന് ഉള്ള മെയിൻ ലോബെന്ന്. ഓക്കെ, ഈ പാരേറ്റൽ ലോബിലെ തന്നെ പോസ്റ്റ് സെൻട്രൽ ഗൈറസ്, മുമ്പ് ഞാൻ കാണിച്ച ബ്രെയിനിൻ്റെ ഇമേജിൽ നോക്കിയാൽ അറിയാം, അവിടെ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ആണ് ഈ ഒരു സൊമാറ്റിക് സെൻസേഷൻ്റെ പ്രൈമറി റിസപ്ഷൻ ഏരിയ, അല്ലെങ്കിൽ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഈ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ആണെന്നാണ് പറയുന്നത്. Then the secondary cortex posterior to this is thought to deal with the elaboration of the discrete elements into meaningful wholes. പിന്നെ ഈ സെക്കൻഡറി കോർട്ടെക്സ്, ഈ ഒരു പാരേറ്റൽ ലോബിൻ്റെ പോസ്റ്റീരിയറായിട്ടിരിക്കുന്ന ഈ ഒരു സെക്കൻഡറി കോർട്ടെക്സ് ഇലാബറേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് എലമെൻറ്റ്സ് ഇൻറ്റു മീനിങ് ഹോൾസ്, ഡിസ്ക്രീറ്റ് എലമെൻറ്റ്സിനെ അർത്ഥമുള്ള ആക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ദസ് ഇൽനസ് ഇൻവോൾവിംഗ് ഡാമേജ് ഔട്ട്സൈഡ് ഓഫ് ദി സൊമ എസ്തെറ്റിക് റീജിയൻ ടിപ്പിക്കലി എക്സിബിറ്റ് ഗ്രേറ്റർ കോംപ്ലക്സിറ്റി. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പാരേറ്റൽ ലോബിൻ്റെ ആ ഒരു സൊമ എസ്തെറ്റിക് റീജിയൻ, ഈ സൊമ എസ്തെറ്റിക് റീജിയൻ എന്ന് പറയുവാണെങ്കിൽ ആ ഒരു സെൻസേഷൻ, ആ ബോഡിലി സെൻസേഷനൊക്കെ വരുന്ന റീജിയൻ മാത്രമല്ല, അതിൻ്റെ പുറത്തുള്ള റീജിയൻസിലും എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ അതും ഒരു പ്രോബ്ലത്തിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം ആ ഒരു സൊമ എസ്തെറ്റിക് റീജിയൻ ഏതാ? പോസ്റ്റ് സെൻട്രൽ ഗൈറസ്. അതിൻ്റെ പുറത്തുള്ള പോസ്റ്റീരിയറായിട്ടുള്ള പാർട്ടാണ് സെക്കൻഡറി കോർട്ടെക്സും. അതിനും ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അതിനും എന്തെങ്കിലും ലീഷനോ ഡാമേജോ പറ്റിയാൽ അതും നമ്മളെ വേറൊരു പ്രോബ്ലത്തിലേക്ക് ലീഡ് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. It tend to be perceptual or cognitive in nature rather than simple disturbances of sensation. അതിൽ വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് പെർസെപ്ഷലോ അല്ലെങ്കിൽ കോഗ്നിറ്റീവോ ഇൻ നേച്ചർ ആയിരിക്കും. സെൻസേഷൻ്റെ ഡിസ്റ്റർബൻസസ് അല്ലാതെ, സിമ്പിൾ ഡിസ്റ്റർബൻസസ് സെൻസേഷൻ അല്ലാതെ ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രോബ്ലംസ് വല്ലതുമായിരിക്കാം അവിടെ വരാൻ ചാൻസ് വരുന്നത്. ഇനി 3 ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പാരേറ്റൽ ലോബിൽ ഉണ്ടാകുന്നത്. അത് ഏതൊക്കെയാണ്? സൊമാറ്റോ സെൻസറി ഡിസ്ക്രിമിനേഷൻ, ഡിസോർഡേഴ്സ് ഓഫ് ടാക്ടൈൽ പെർസെപ്ഷൻ, ഡിസോർഡേഴ്സ് ഓഫ് ഇൻ്റർസെൻസറി അസോസിയേഷൻ. ഇതിൽ ആദ്യത്തെ 2 ആയിരിക്കും നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് സൊമാറ്റോ സെൻസറി ഡിസ്ക്രിമിനേഷൻ. സൊമാറ്റോ അല്ലെങ്കിൽ സൊമാറ്റിക് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, ബോഡിലി സെൻസേഷൻ. ഓക്കെ, വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നമ്പർ ഓഫ് സെപ്പറേറ്റ് മൊഡാലിറ്റീസ് കൊണ്ടാണ് നമ്മുടെ ബോഡിലി സെൻസേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്തൊക്കെയാവാം? ടച്ച്, പെയിന്, ടെമ്പറേച്ചർ, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാവാം. സെപ്പറേറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്. ദി സൊമാറ്റോ സെൻസറി സിസ്റ്റം ഈസ് ഏബിൾ ടു കമ്പൈൻ ഇൻഫർമേഷൻ ഫ്രം ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. നമ്മുടെ ഈ സൊമാറ്റോ സെൻസറി സിസ്റ്റത്തിന് ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ ഡിഫറെൻറ്റ് മൊഡാലിറ്റീസിലുണ്ടാകുന്ന ഇൻഫോർമേഷനൊക്കെ കമ്പൈൻ ചെയ്ത് പ്രോസസ്സ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്.
ഇനി നമ്മൾ ഒരു സ്റ്റഡിയാണ് നോക്കാൻ പോകുന്നത്. ദി ഏർലിയസ്റ്റ് ന്യൂറോസൈക്കോളജിക്കൽ സ്റ്റഡി ഓഫ് ദി സെറിബ്രൽ ബേസസ് ഓഫ് ദി സൊമാറ്റിക് സെൻസേഷൻ ഇൻ മാൻ കെയിം ഫ്രം എക്സാമിനേഷൻ ഓഫ് മിസൈൽ വൂൺസ് ടു ദ ഹെഡ്. അതായത് ഈ ഒരു സൊമാറ്റിക് സെൻസേഷനെ ഒക്കെ മനസ്സിലാക്കാൻ ആദ്യമായിട്ട് അല്ലെങ്കിൽ പണ്ട് നടന്ന ഒരു ന്യൂറോ സൈക്കോളജിക്കൽ സ്റ്റഡി എന്തിനെ ബേസ് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ മിസൈൽ വൂൺസ് അല്ലെങ്കിൽ ഗണ്ണ് ബുള്ളറ്റൊക്കെ കാരണം തലയിലുണ്ടാകുന്ന വൂൺസിനെ ഒക്കെ ബേസ് ചെയ്തായിരുന്നു. The value of these studies suffered from the inability to localize accurately the site of the lesion for correlation with the results of their painstaking examination of sensory perceptual capacities. അതായത് പക്ഷേ ഈ സ്റ്റഡിയൊക്കെ നടത്തിയപ്പോഴും അതിനുണ്ടായിരുന്നൊരു കുഴപ്പം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഇന്നബിലിറ്റി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ആ ഒരു സൈറ്റ് ഓഫ് ലീഷൻ എവിടെയാണ് ശരിക്കും മുറിവ് കൊണ്ടത്, അതായത് ഈ ഒരു സെൻസറി പെർസെപ്ഷൻ കപ്പാസിറ്റീസിലൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ വിധത്തിൽ ബ്രെയിനിൻ്റെ ഏതൊരു സ്പോട്ടിലാണ് ആ ഒരു ലീഷൻ അല്ലെങ്കിൽ ഡാമേജ് സംഭവിച്ചത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. The introduction and increasing use of cortical ablation for the removal of cerebral scars allowed Penfield's group to make the first serious examination of sensory defects following circumscribed ablation of cortical tissue. ഈ സെറിബ്രൽ സ്കാർസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി കോർട്ടിക്കൽ അബ്ലേഷൻ, അതായത് കോർട്ടിക്കൽ സർജറി ഒക്കെ വന്നു, അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം അത് ഈ ഒരു പെൻഫീൽഡ് ഗ്രൂപ്പിനെ ഈ ഒരു സെൻസറി ഡിഫക്ട്സ് എക്സാമിൻ ചെയ്യാൻ സഹായിച്ചു. എംപ്ലോയിങ് ദി ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ പ്രൊസീജിയർ ഔട്ട്ലൈൻ ബൈ ഹെഡ്, ഇവാൻസ് എക്സാമിൻഡ് 17 cases, 9 posterior and 8 anterior, വിച്ച് മീൻസ് ഈ ഒരു ഇവാൻ എന്ന് പറയുന്ന റിസർച്ചർ 17 കേസസ് എക്സാമിൻ ചെയ്തു. അതിൽ 9 പോസ്റ്റീരിയർ കേസസും 8 ആൻറ്റീരിയർ കേസസ് ആയിരുന്നു. ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഡാമേജ് ടു സ്പെസിഫിക് ഏരിയാസ് ഓഫ് ദി ബ്രെയിൻ ഇൻക്ലൂഡിംഗ് പാർട്സ് ഓഫ് ദി പാരേറ്റൽ ലോബ് ആൻഡ് നിയർ ബൈ റീജിയൻ temporarily affected the sense of touch and other sensations, removing tissue from a particular area called supramarginal gyrus lead to a long-lasting and significant loss of these sensation. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്രെയിനിൻ്റെ സ്പെസിഫിക് റീജിയനിൽ ഉണ്ടാകുന്ന ഡാമേജ്, അതായത് പാരേറ്റൽ ലോബിലോ അതിൻ്റെ ചുറ്റുമോ ഉണ്ടാകുന്ന റീജിയൻസാണ് ഈ ഒരു സെൻസേഷൻ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടിഷ്യൂ ആയ സുപ്രാമാർജിനൽ ഗൈറസ് റിമൂവ് ചെയ്തത് ലോങ് ലാസ്റ്റിംഗ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ലോസ് ഓഫ് ദീസ് സെൻസേഷൻ, ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ലോസ്റ്റിലോട്ട്, ഈ ഒരു സെൻസേഷൻ്റെ സിഗ്നിഫിക്കൻറ്റ് ലോസ്റ്റിലോട്ട് ലീഡ് ചെയ്തു എന്നാണ് ഈ റിസൾട്ട് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഡിസോർഡേഴ്സ് ഓഫ് ടാക്ടൈൽ പെർസെപ്ഷൻ. അതിൽ ജഡ്ജ്മെൻറ്റ് ഓഫ് സ്റ്റിമുലസ് ഓറിയൻറ്റേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. ജഡ്ജ്മെൻറ്റ് ഓഫ് സ്റ്റിമുലസ് ഓറിയൻറ്റേഷൻ refers to the ability to accurately perceive and interpret the direction or angle of a stimulus applied to the body, often through touch. This skill is crucial for spatial awareness and various daily tasks. ഇത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ എന്താ പറയുന്നത്. ഈ ഒരു ജഡ്ജ്മെൻറ്റ് ഓഫ് സ്റ്റിമുലസ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എബിലിറ്റിയാണ്. എന്തിന്? ഒരു സ്റ്റിമുലസ് നമ്മൾക്ക് കിട്ടിയാൽ അത് ഏത് ഡയറക്ഷനിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ആംഗിളിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കാനുള്ള എബിലിറ്റിയാണ് ഇത്. Then, spatial awareness helps in understanding the position of objects in space, which is essential for tasks like reaching for objects, navigating through environments and coordinating movements. സ്പേഷ്യൽ അവയർനെസ് എന്ന് വെച്ചാൽ എന്താ? ഏത് സ്ഥലത്ത് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ഒരു കഴിവിനെയാണ് സ്പേഷ്യൽ അവയർനെസ് എന്നൊക്കെ പറയുന്നത്. ഡെയിലി ആക്ടിവിറ്റീസ് അഫക്ട്സ് എവറിഡേ ആക്ടിവിറ്റീസ് സച്ച് എസ് ഡ്രസ്സിങ്, ഹാൻഡ്ലിംഗ് ടൂൾസ് ആൻഡ് ഇൻട്രാക്ടിങ് വിത്ത് ഒബ്ജക്ട്സ് ദാറ്റ് റിക്വയർ പ്രിസൈസ് മാനിപ്പുലേഷൻ. അതായത് ഈ ഒരു ഡിസോർഡേഴ്സ് ഓഫ് ടാക്ടൈൽ പെർസെപ്ഷനൊക്കെ വന്നാൽ ഡെയിലി ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് നമ്മൾ ഡ്രസ്സ് ചെയ്യാനൊക്കെ ടാക്ടൈൽ എന്നൊക്കെ വെച്ചാൽ എന്താ, ടച്ച് അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ. അപ്പം അതൊക്കെ ഡ്രസ്സ് ചെയ്യുന്നതിനെയും ഓരോ ടൂൾസ് ഹാൻഡ്ലിങ് ചെയ്യുന്നതിനെയും കോംബ് ചെയ്യുന്നതിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ദെൻ ഡിസോർഡേഴ്സ് ഓഫ് ടാക്ടൈൽ പെർസെപ്ഷൻ റെഫർ ടു impairment in the ability to accurately sense, interpret and respond to tactile stimuli. These disorders can affect various aspects of tactile processing, including touch, texture, temperature and spatial orientation. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഡിസോർഡേഴ്സ് ഓഫ് ടാക്ടൈൽ പെർസെപ്ഷൻ ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ടാക്ടൈൽ ടച്ച് സെൻസ് ചെയ്യാനും
ഇല്ലെങ്കിൽ അതൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഉള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നു. അതിനെയാണ് നമ്മൾ ഡിസോർഡേഴ്സ് ഓഫ് ടാക്ടൈൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ടച്ച് മനസ്സിലാവത്തില്ല, ടെക്സ്ചർ, ടെമ്പറേച്ചർ അതൊക്കെ നമുക്ക് മനസ്സിലാവാത്ത ഒരു അവസ്ഥ വരും. ഓക്കെ, ഇനി ഡിസോർഡേഴ്സ് ഓഫ് ടാക്ടൈൽ പെർസെപ്ഷനിൽ തന്നെ അതിൻ്റെ അണ്ടറിൽ വേറെ കുറച്ച് ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. അത് നമുക്ക് എന്താ നോക്കാം. അതിലൊന്നാമത്തെയാണ് ഈ കാണുന്ന ടാക്ടൈൽ അഗ്നോസിയ. ദി ടേം ആസ്ട്രോഗ്നോസിസ് ഹാസ് യൂസ്ഡ് ഇൻ ദി പാസ്റ്റ് വിത്ത് ദ ടേം ടാക്ടൈൽ അഗ്നോസിയ. ഈ ടാക്ടൈൽ അഗ്നോസിയയ്ക്ക് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പേരെന്ന് നമുക്ക് പറയാം. എന്തിനെ? ആസ്ട്രോഗ്നോസിസിനെ. ഹിയർ ദി പേഷ്യൻ്റ് ഈസ് അൺഏബിൾ ടു റെക്കഗ്നൈസ് ഒബ്ജക്ട്സ് വിച്ച് ദേ ഫീൽ. അതായത് ഇപ്പോൾ ഒരു സ്റ്റിമുലൈ വന്നു, പക്ഷേ എനിക്ക് അറിയാം എന്തോ ഞാൻ തൊട്ടു, ഇല്ലെങ്കിൽ എന്തിലോ ഞാൻ തൊട്ടു, എന്നെ എന്തോ തൊട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടു പോവുക. അതായത് ഇപ്പം ഒരു തൂവലും കൊണ്ട് എന്നെ ഇങ്ങനെ ഒരാൾ തലോടുക, എന്തോ എന്നെ തൊടുന്നുണ്ട്, എന്തോ എൻ്റെ ദേഹത്തൂടെ പോകുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, തൂവൽ തലോടുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് തൂവലാണ് എന്നെ തലോടുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ടാക്ടൈൽ അഗ്നോസിയ എന്ന് പറയുന്നത്. ഡിഫിക്കൽട്ടി ഐഡൻറ്റിഫൈങ് ഒബ്ജക്ട്സ്, ഷേപ്സ് ഓർ ടെക്സ്ചേഴ്സ് ത്രൂ ടച്ച്. അതായത് ടച്ച് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റിനെയോ അതിൻ്റെ ഷേപ്പോ ടെക്സ്ചേഴ്സോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. പിന്നെ ഇത് നോർമൽ ആയിട്ടുള്ളൊരു സെൻസേഷൻ ആവും. അതായത് ഞാൻ പറഞ്ഞ പോലെ തൂവൽ വന്ന് തൊട്ടാൽ എന്തോ തൊട്ടു എന്ന് മനസ്സിലാവും, പക്ഷേ അത് നമുക്ക് പെർസീവ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ പറൈറ്റൽ ലോബിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡാമേജോ ലീഷനോ കൊണ്ടാവും നടക്കുന്നത്. മാത്രമല്ല സ്പെസിഫിക്കലി സെക്കൻഡറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സിലുണ്ടാകുന്ന ഡാമേജ് ആയിരിക്കാം ഇതിന് കാരണം. അപ്പോൾ ടാക്ടൈൽ അഗ്നോസിയ എന്താ? ഒരു സ്റ്റിമുലൈ വന്നാൽ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നമ്മളെ തൊടുന്നത് മനസ്സിലാവും, പക്ഷെ അത് എന്താണ് എന്ന് റെക്കഗ്നൈസ് ചെയ്ത് എടുക്കാൻ ഉള്ള ബുദ്ധിമുട്ട്, അതിനെയാണ് നമ്മൾ ടാക്ടൈൽ അഗ്നോസിയ എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ണാണ് ടാക്ടൈൽ ഡിസ്ക്രിമിനേഷൻ ഡെഫിസിറ്റ്. ഡിഫിക്കൽട്ടി ഇൻ ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാക്ടൈൽ സ്റ്റിമുലൈ സച്ച് എസ് ടെക്സ്ചേഴ്സ്, ടെമ്പറേച്ചർ ഓർ പ്രഷർ. അതായത് ഇതിൻ്റെ പേരെന്താ, ഈ ഒരു ഡിസോർഡറിൻ്റെ പേരെന്താ? ടാക്ടൈൽ ഡിസ്ക്രിമിനേഷൻ ഡെഫിസിറ്റ്. ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാക്ടൈൽ സ്റ്റിമുലൈസ് ഉണ്ടല്ലേ, ടെമ്പറേച്ചർ, പ്രഷർ, ടെക്സ്ചേഴ്സ്. അപ്പം ഇതിനെയൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ ഉള്ളൊരു ഡെഫിസിറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടാക്ടൈൽ ഡിസ്ക്രിമിനേഷൻ ഡെഫിസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതുണ്ടാകുമ്പം ഇത് ഫൈൻ ടാക്ടൈൽ ഡിസ്ക്രിമിനേഷനെ ഒക്കെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ആവും. അതായത് ഷർട്ടൊക്കെ ബട്ടൺ ചെയ്യുന്നതിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇത് മെയിൻലി മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സൊമാറ്റോ സെൻസറി കോർട്ടെക്സോ അല്ലെങ്കിൽ അതിൻ്റെ പാത്വേസിലോ ഉണ്ടാവുന്ന എന്തെങ്കിലും ഡാമേജ് കാരണമായിരിക്കാം ഈ ഒരു ടാക്ടൈൽ ഡിസ്ക്രിമിനേഷൻ ഡെഫിസിറ്റ്സ് ഉണ്ടാകുന്നത്. ദെൻ ദി തേർഡ് വൺ ഈസ് ടാക്ടൈൽ ഹൈപ്പോസ്തേഷ്യ. Reduced sensitivity to tactile stimuli leading to diminished ability to feel touch or pressure. അതായത് ഇവിടെയെന്ന് പറയുമ്പം ആ ഒരു സ്റ്റിമുലൈ വന്നാൽ അതിനെ സെൻസ് ചെയ്യാനുള്ള എബിലിറ്റി കുറയുക, ഇല്ലെങ്കിൽ അതിനെ ആ ഒരു ഫെദർ വന്ന് തൊട്ടാൽ അതിനെ ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രഷർ വന്നാൽ അതിനെയൊക്കെ സെൻസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കുറഞ്ഞതിനെയാണ് നമ്മളിവിടെ ടാക്ടൈൽ ഹൈപ്പോസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ടാക്ടൈൽ അഗ്നോസിയൽ എന്ന് പറഞ്ഞാൽ അവിടെ ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ടാക്ടൈൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോഴും ഇവിടെ ഫീലൊക്കെ ചെയ്യാം, പക്ഷേ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഇന്നബിലിറ്റി ആയിരുന്നു. പക്ഷേ ഇവിടെ ടാക്ടൈൽ ഹൈപ്പോസ്തേഷ്യയിൽ വരുമ്പം ആ ഒരു വ്യക്തിക്ക് അത് ഫീൽ ചെയ്യാൻ ഉള്ളൊരു കഴിവ് കുറഞ്ഞു പോവുകയാണ്. Then decreased or altered perception of touch might be a result of numberless responsive feeling in the affected area, often caused by damaged peripheral nerves, സ്പൈനൽ കോഡ് ഓർ പ്രൈമറി സൊമാറ്റോസെൻസറി കോർട്ടെക്സ്. അതായത് ഇത് പറൈറ്റൽ ലോബിലുണ്ടാവുന്ന ഡാമേജ് കൊണ്ടാവാം, അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ പ്രൈമറി സൊമാറ്റോസെൻസറി കോർട്ടെക്സിലുണ്ടാകുന്ന ഡാമേജ് കൊണ്ടാവാം. മാത്രമല്ല പെരിഫറൽ നെർവ്സിലോ സ്പൈനൽ കോഡിലോ ഉണ്ടാകുന്ന ഡാമേജും കൊണ്ടും ഈ ടാക്ടൈൽ ഹൈപ്പോസ്തേഷ്യ വരാമെന്നാണ് പറയുന്നത്. Then the fourth one is tactile spatial perception disorders. Impairments in perceiving the spatial aspects of tactile stimuli, such as the location, orientation or size of objects. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ തൊട്ടാൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കണ്ടാൽ അതിൻ്റെ ലൊക്കേഷനോ ഓറിയൻറ്റേഷനും അല്ലെങ്കിൽ അതിൻ്റെ സൈസൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അതിനെയാണ് നമ്മൾ ടാക്ടൈൽ സ്പേഷ്യൽ പെർസെപ്ഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ഡിഫിക്കൽട്ടി ഇൻ ജഡ്ജിങ് ദി പൊസിഷൻ ഓർ ഓറിയൻറ്റേഷൻ ഓഫ് ടച്ച് സ്റ്റിമുലൈ. അത് ഓൾറെഡി പറഞ്ഞു പോലെ ഒരു സ്റ്റിമുലൈ നമ്മൾ തൊട്ടാൽ അതിൻ്റെ പൊസിഷൻ എവിടെ അല്ലെങ്കിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെ എന്ന് മനസ്സിലാക്കി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. പ്രോബ്ലംസ് വിത്ത്
task that require spatial coordination such as reaching for objects or navigating spaces. അതായത് ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ഡിസോർഡർ ഉള്ളവർക്ക് ഒരു ബുക്ക് ഈ മേശയിൽ ഇരിക്കുകയാണെങ്കിൽ അതിലോട്ട് എത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ അതിനോട് എത്താൻ ബുദ്ധിമുട്ട് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ടാക്ടൈൽ ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം അല്ലേ? അപ്പം ടാക്ടൈൽ ഹാലൂസിനേഷൻ എന്താ? ടച്ച് ഇല്ലെങ്കിൽ ആ ഒരു ഇതിൽ വരുന്ന ഒരു ഹാലൂസിനേഷനാണ് നമ്മൾ ടാക്ടൈൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് എക്സ്പീരിയൻസിങ് സെൻസേഷൻ ഓഫ് ടച്ച് ഓർ പ്രഷർ ദാറ്റ് ആർ നോട്ട് ആക്ച്വലി പ്രസൻറ്റ്, ഓഫൻ ഡ്യൂ ടു ന്യൂറോളജിക്കൽ ഓർ സൈക്കാട്രിക് കണ്ടീഷൻ. അതായത് ശരിക്കും ആരും എന്നെ തൊടുന്നോ അല്ലെങ്കിൽ എൻ്റെ ദേഹത്തൊരു പ്രഷറോ വരുന്നില്ല, പക്ഷെ ഞാൻ പറയുകയാണ് എന്നെ ആരോ തൊടുന്നു അല്ലെങ്കിൽ എൻ്റെ മേത്ത് ആരോ ഉണ്ട്, എൻ്റെ മേത്ത് ആരോ ഇങ്ങനെ പ്രഷർ ചെലുത്തുന്നു. അങ്ങനെ ഇല്ലാത്ത ഒരു ടച്ച് അല്ലെങ്കിൽ ഫീലിംഗ് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടാക്ടൈൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഈ ടാക്ടൈൽ ഹാലൂസിനേഷൻ പാരേറ്റൽ ലോബിലുണ്ടാകുന്ന ലീഷൻ കൊണ്ട് മാത്രമല്ല, ഈ സൈക്കോളജിക്കൽ കണ്ടീഷനായിട്ടുള്ള സ്കീസോഫീനിയൊക്കെ ഉള്ളവർക്കും ഈ ഒരു ടാക്ടൈൽ ഹാലൂസിനേഷനൊക്കെ കാണാം. അതേപോലെ വേറെ എന്തെങ്കിലും ബ്രെയിൻ ലീഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ടാക്ടൈൽ ഹാലൂസിനേഷൻ കാണാം. ഓക്കെ, ദെൻ ദി ലാസ്റ്റ് വൺ ഈസ് ടാക്ടൈൽ ഹൈപ്പോസ്തേഷ്യ. ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ടു ടാക്ടൈൽ സ്റ്റിമുലൈ വേർ നോർമൽ ടച്ച് ഈസ് പെർസീവ്ഡ് ആസ് ഓവർലി ഇൻറ്റൻസ് ഓർ പെയിൻഫുൾ. അതായത് ഈ ഒരു ടാക്ടൈൽ ഹൈപ്പോസ്തേഷ്യ ഇത്രയേ ഉള്ളൂ. ചെറുതായിട്ട് ആരും എന്നെ തൊട്ടാൽ ഞാൻ പറയും അയ്യോ ഭയങ്കരമായിട്ട് എന്നെ ആരോ ഉപദ്രവിച്ചു, ലൈക്ക് ഭയങ്കര വേദന എടുത്തു. അങ്ങനെ ഉപദ്രവിച്ചു ഇൻ ദ സെൻസ്, അതായത് ആരും എന്നെ ഉപദ്രവിച്ചു എന്നല്ല, ഒരു ചെറുതായിട്ട് ആരും എന്നെ തൊട്ടാൽ അയ്യോ എനിക്ക് ഭയങ്കര വേദനയാണ്, ഭയങ്കരമായിട്ട് എന്നെ അത് വേദനിപ്പിച്ചു എന്ന് പറയത്തില്ലേ, അതിനെയാണ്. അതായത് ചെറിയൊരു സ്റ്റിമുലൈ വന്നാൽ പോലും അതിന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ആ ഒരു വ്യക്തി, ഈ ഒരു ടാക്ടൈൽ ഹൈപ്പോസ്തേഷ്യ ഉള്ളൊരു വ്യക്തി. ഹൈറ്റൻഡ് റെസ്പോൺസ് ടു ടച്ച്, അതായത് ലീഡിങ് ടു ഡിസ്കംഫോർട്ട് ഓർ പെയിൻ. അതായത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ പോലും ഒരു ഡിസ്കംഫോർട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു പെയിൻ ഉണ്ടാവുക. മേ ഒക്കർ ഇൻ കണ്ടീഷൻസ് ലൈക്ക് ന്യൂറോപ്പാത്തിക് പെയിൻ ഓർ സർട്ടൻ ടൈപ്സ് ഓഫ് നെർവ് ഇഞ്ചറീസ് ഒക്കെ വരുമ്പം ഈ ടാക്ടൈൽ ഹൈപ്പോസ്തേഷ്യ ഉണ്ടാവാം. ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് പെരിഫറൽ നെർവ് ഇഞ്ചറീസ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ലീഷൻ ഓർ ക്രോണിക് പെയിൻ കണ്ടീഷൻ. ഇത് മെയിൻലി പെരിഫറൽ നെർവ് ഇഞ്ചറീസ് കാരണം അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ലീഷൻസ് കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രോണിക് പെയിൻ കണ്ടീഷൻസ് ഒക്കെ കാരണം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാരേറ്റൽ ലോബിൻ്റെ സെൻസറി ആൻഡ് പെർസെപ്ഷണൽ ഡിസ്റ്റർബൻസസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും മനസ്സിലായാൽ ഓക്കെ, പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ക്ലാരിഫൈ ഇറ്റ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.